പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. ഇന്ന് പൊങ്കൽ വ്ളോഗാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ. അപ്പോൾ ഈ കോലം വരയ്ക്കാനായിട്ട് ഞാൻ അരിമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു, ലാസ്റ്റ് വീഡിയോയിലും കൂടി കാണിച്ചായിരുന്നു. സെയിം മാവ് തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കോല വരയ്ക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെട്ടിനാട് കോലമാണ്. ചെട്ടിനാട്ടിൽ നടുവീട്ട് കോലം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ തറവാടിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ട്രഡീഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പൊങ്കലിന് സ്പെഷ്യൽ നടുവീട്ട് കോലമുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് പൂജയ്ക്ക് വേണ്ടി ഇടുന്നതും പിന്നെ കല്യാണത്തിന് ഇടുന്നത് ഓരോരോ ടൈപ്പിലാണ്. അപ്പോൾ ഇത് നമുക്ക് പൊങ്കൽ വയ്ക്കാനായിട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമ്മൾ പൊങ്കൽ വയ്ക്കുമല്ലോ. അപ്പോൾ അത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ പൊങ്കൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ 2 ബോക്സൊക്കെ വരഞ്ഞ് അകത്ത് നമ്മൾ ഡിസൈന് വേവായിട്ട് കൊടുത്തിട്ടുണ്ട്, വേവ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു മെഷർമെൻറ്റ്സും ഇല്ല. നമുക്ക് എങ്ങനെ തോന്നുന്നത് അതുപോലെ നമുക്ക് ലൈൻസൊക്കെ വരച്ച് അതൊന്ന് നമുക്ക് സ്ക്വയറാക്കി നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ടൈൽസ് വെച്ചതുകൊണ്ട് നമുക്ക് അത് അളവ് വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നമുക്ക് ഇച്ചിരി കാണുമ്പോൾ നല്ല ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും. കേർവായിട്ട് പോകില്ലല്ലോ ലൈൻസൊക്കെ, അതുകൊണ്ടാണ്. നമ്മൾ പൊങ്കൽ വെക്കാനായിട്ട് 4 അടുപ്പ് വെച്ച സ്റ്റൗവാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ 4 അടുപ്പ് ഇതിൽ വെച്ച് ചെയ്തു. അടുപ്പെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോട്ട് വയ്ക്കുക, റൗണ്ട് ഇടുക, പിന്നെ ഡോട്ട്സ് അതുപോലെ നമുക്ക് 2 ടൈംസ് നമുക്ക് അതുപോലെ ചെയ്താൽ അത് അടുപ്പെന്നാണ് വിചാരം. ഓക്കെ, ഇത് നമ്മുടെ ട്രഡീഷനിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇതാണ് 4 അടുപ്പ് വെച്ചത്, അതിൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഗോപുരം കയറ്റാം, എന്നിട്ട് കാലിറക്കാം. ഇറ്റ് മീൻസ് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കാല് പോലെ അത് വരച്ച് കൊടുക്കാം. ഗോപുരം സെൻസ് നമുക്ക് ട്രയാങ്കിൾ പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതെന്താ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് കാല് പോലെ വരച്ച് കൊടുക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് നിൽക്കണം എന്നാണ്. ഗോപുരം എങ്ങനെ ഉയർന്നിട്ടുണ്ട് അതുപോലെയാണ് നമ്മുടെ ലൈഫ് നന്നായിട്ട് ഉയർന്നിട്ട് ഒരു നല്ല ലെവലിലേക്ക് വരണം. ഇതുപോലെ നന്നായിട്ട് ഹൈക്കിൽ ഇരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ഡോട്ട്സ് വയ്ക്കുക. ഇത് തമിഴിൽ പറയുമ്പോൾ പുള്ളിക്കുത്തുறது ആണ് നമ്മൾ പറയുന്നത്. ഈ ഡോട്ട്സ് വയ്ക്കുന്നത് നമുക്ക് 2 ലൈൻസ് ആയിട്ടാണ് വയ്ക്കുന്നത്. ഇതെന്താ മീനിങ് വെച്ചാൽ ജനറേഷൻ നമുക്ക് ഒരുപാട് വരണം, വംശം വൃത്തി എന്നാണ് തമിഴിൽ പറയുന്നത്. നമ്മുടെ ജനറേഷൻ നിൽക്കാണ്ട് വന്നുകൊണ്ടേയിരിക്കണം, നമ്മുടെ പേര് പറയാൻ ഒരു കൊച്ചുമക്കൾ വേണം, അങ്ങനെയാണ് ഇതിയുടെ മീനിങ്. ആക്ച്വലി ഈ കോലത്തിൽ നമ്മുടെ കോലത്തിനെ എൻഹാൻസ് ചെയ്യുന്നത് ഈ ഡോട്ട്സാണ്. ഈ ഡോട്ട്സ് ശരിക്കും കറക്റ്റായിട്ട് നല്ല ഒരു സ്പേസിലും നല്ല ഒരു രീതിയിൽ വച്ചില്ലെങ്കിൽ കോലത്തിൽ ഒരു ബ്യൂട്ടിനെസ് ഉണ്ടാവില്ല. കറക്റ്റായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഡോട്ട്സ് വെച്ച് കഴിഞ്ഞാൽ കോലം സൂപ്പറായിട്ട് എൻഹാൻസ്ഡ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഉണ്ടാവും. പിന്നെ ശംഖ്, നമുക്ക് ശംഖ് വരയ്ക്കണം. ഇത് നമ്മുടെ ചെട്ടിനാട്ടിൽ ശംഖ് ഈസ് മസ്റ്റാണ്. ഏത് ഫങ്ഷൻ വന്നാലും നമുക്ക് ശംഖ് വേണം. നമ്മൾ ശംഖ് ബ്ലോ ചെയ്യും, അതിൽ വരുന്ന സൗണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് നമുക്ക് പൂജാമുറിയിലും സെയിം കോലം തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അടുപ്പ് പോലെ അല്ലാണ്ട് വേറെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് അകത്തേക്ക് കൊടുക്കാം. അകത്ത് നമുക്ക് ലൈൻസ്, സ്ട്രൈപ്സ്, പിന്നെ ഈ പൂ, മീൻ എന്ത് വേണമെങ്കിലും നമുക്ക് വരച്ച് കൊടുക്കാം. അതിന് ഒരു കുഴപ്പമില്ല. പൊങ്കൽ വയ്ക്കുന്ന സ്ഥലത്തിൽ മാത്രം നമുക്ക് അടുപ്പ് ഇടേണ്ടി വരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ മീനുക്കുട്ടി ഈ കോലമൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത്. അവൾക്ക് കോല വരയ്ക്കാൻ അറിയില്ല. ആദ്യം നമുക്ക് പുല്ലി വയ്ക്കാൻ ഈ ഡോട്ട്സ് ഒന്ന് വച്ച് നമുക്ക് ട്രൈ ചെയ്യാം, ട്രെയിൻ ആവാന്ന് വെച്ചിട്ടാണ് നമ്മളിത് വയ്ക്കാൻ പറഞ്ഞു. ഇതേ കോലമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഔട്ട്പുട്ട് കോലത്തിൻ്റെ. താഴത്തെ ഉള്ളത് 5 പുല്ലി, ഒന്നിൽ സ്റ്റോപ്പ് ചെയ്തു. കോലത്തിന് കമ്പാനിയനാണ്. പിന്നെ 2 ഇലയൊക്കെ ഇട്ടത് നമ്മൾ പൊങ്കൽ വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ ബാക്കി നമുക്ക് നടുവീട്ട് കോലമാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഈ പൊങ്കലിന് നമുക്ക് മഞ്ഞ കൊത്ത് വേണം. മഞ്ഞ കൊത്ത് ഇൻ സെൻസ് മഞ്ഞളുണ്ടല്ലോ, അത് ചെടിയോടുള്ളത് നമുക്ക് പറിച്ചെടുക്കാനാണ്. അപ്പോൾ അതും നമുക്ക് ഈ പൊങ്കലിൽ മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ എടുത്തതാണ്.
ഇനി അടുത്ത് നമുക്ക് കുക്കിംഗ് ഒക്കെ നോക്കാം. നമ്മൾ 3 കുഴമ്പ് വയ്ക്കുന്നത്, സാമ്പാറല്ല കുഴമ്പാണ്. പിന്നെ 3 പൊരിയൽ ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മളെടുത്ത മഞ്ഞക്കൊത്ത് പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇനി എല്ലാ പാത്രത്തിലും കട്ടേണ്ടതാണ്. നമ്മൾ ഏതൊക്കെ കോളം ഇട്ടോ ആ പാത്രത്തിൽ കട്ടണം. അതിൽ 2 പാത്രത്തിൽ നമ്മൾ വിളക്ക് വയ്ക്കും, ആ പാത്രമാണ് ഇത്. ഇനി അടുത്ത് നമുക്ക് പൊങ്കൽ വയ്ക്കണം. 3 പാനുണ്ട്. ആ 3 പാനിൽ നമുക്ക് ഈ മഞ്ഞക്കൊത്ത് ഒന്ന് ടൈ ചെയ്ത് വെക്കണം. പൊങ്കൽ നമുക്ക് 4 ദിവസത്തെ ആഘോഷമാണ്. ഇതിൽ ആദ്യം നമുക്ക് ബോഹി, പിന്നെ തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, പിന്നെ കാണും പൊങ്കൽ, 4 എണ്ണം ഉണ്ട്. ബോഹി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് കത്തിച്ച് കളയാൻ. മീൻസ് നമ്മൾ വീടൊക്കെ വൃത്തിയാക്കുക. അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന വേണ്ടാത്ത സാധനങ്ങളെല്ലാം നമുക്ക് കത്തിച്ച് കളയാം. ഇറ്റ് മീൻസ് നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് തൈ 1-ാം തീയതിയാണ് നമുക്ക് പൊങ്കൽ, തൈ തിരുനാൾ. അത് നമുക്ക് താങ്ക്സ് ഗിവിങ് എന്ന് പറയാനുള്ളതാണ്. നമുക്ക് സൂര്യനും പിന്നെ ഫാർമേഴ്സിനും നമുക്ക് അരി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താങ്ക്സ് ഗിവിങ് പോലെ ചെയ്യുന്നതാണ് പൊങ്കൽ. ഇനി തൈ 2-ാം തീയതി നമുക്ക് മാട്ടുപൊങ്കലാണ്. മാട്ടുപൊങ്കൽ നമുക്ക് മാട് നമുക്ക് ഫാർമേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതല്ലോ, അതുകൊണ്ട് നമുക്ക് താങ്ക്സ് ഗിവിങ് ആണ്. പിന്നെ അന്നോ അല്ലെങ്കിൽ മറ്റേ ദിവസമോ നമുക്ക് ജല്ലിക്കെട്ടൊക്കെ നടക്കും. പിന്നെ 4-ാമത്തെ കാണും പൊങ്കൽ ഇൻ സെൻസ് നമുക്ക് നമ്മുടെ ഫാമിലിയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ്, പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെറ്റല വേണം, പിന്നെ നമുക്ക് വാഴയിലയും കൂടി വേണം. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ പൊങ്കൽ നമ്മളും റെഡിയായി. ഇപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് നോക്കാം. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈ, പിന്നെ പരിപ്പ് മസിയൽ, പിന്നെ ഇത് വാഴക്ക മസാല, ഇത് നമുക്ക് കുഞ്ഞു ചക്കയില്ലേ, ചക്ക കൂട്ടുകറി, പിന്നെ ഇത് അച്ചിങ്ങാവും പിന്നെ അവരക്കായും ഒരു പൊരിയലാണ്. ഇനി നമുക്ക് വിളക്ക് കത്തിച്ച് ഇപ്പം നമുക്ക് പൊങ്കൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പച്ചരി എടുക്കാം. ഇതിൽ നമുക്ക് പച്ചരിനെ നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് എടുത്ത് ഒരു പാത്രത്തിൽ വെക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ പൊങ്കലൊക്കെ വെക്കുന്നത്. നമുക്ക് ആദ്യം ഈ പാത്രത്തിൽ കുറച്ച് പാലൊന്ന് ഒഴിച്ച് കൊടുക്കുക. അരി ഉണ്ടല്ലോ, അത് നമ്മൾ കഴുകി വെച്ച വെള്ളം ഉണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് 3/4 ഭാഗം വരെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നാലേ നമുക്കത് പെട്ടെന്ന് അത് ഇങ്ങനെ പൊങ്ങി വരത്തുള്ളൂ. ഈ പൊങ്കൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 3 പൊങ്കൽ കള്ളം വെച്ചായിരുന്നു, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ശർക്കര പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരയും ഇട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അടി പിടിക്കാണ്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ച് നെയ്യിട്ട് അതിൽ കുറച്ച് കാഷ്യൂ പിന്നെ ഡ്രൈ ഗ്രേപ്സ് ഒക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഈ ശർക്കര പൊങ്കലിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പൂജാ റൂമിൽ വെച്ചിട്ട് അവിടെ വെച്ച് നമുക്കൊന്ന് നൈവേദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ച് റിലാക്സ് ആവാം. നമ്മൾ പൊങ്കൽ വെച്ച സ്ഥലത്തിൽ അടുപ്പുണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് 5 ഇല വെക്കുക. നമ്മൾ ഉണ്ടാക്കിയ പച്ചക്കറിയെല്ലാം കൂടി ഒന്നും നമുക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് 3 പൊങ്കാലുണ്ട്. ആ 3 പൊങ്കാലിന് കുറച്ച് എല്ലാ ഇലയിലും കുറച്ച് എടുത്ത് വെച്ച് നമുക്ക് നൈവേദ്യം ചെയ്യാം.
ഇത് പേര് സൊളകാണ് തമിഴിൽ. മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ അരിയും പിന്നെ അതിലുള്ള നെല്ലും കൂടി നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കുള്ളൂ. അത് മൊറമാണ്, അങ്ങനത്തെയാണത്. ഇത് നമ്മൾ തമിഴ്നാട് സ്റ്റൈലിൽ ഉള്ള സൊളകാണ്. ഐ ഡോണ്ട് നോ ദ റൈറ്റ് നെയിം, സോറി. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ, 2 വെത്തല, ഒരു പാക്ക്, 2 പഴം, പിന്നെ 2 വിളക്ക്, ഒരെണ്ണം നമുക്ക് നെയ്യ്, ഒരെണ്ണം എണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ഒരു ഗണപതി. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഇലയിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പൂജാമുറിയിൽ വെച്ചിട്ട് അവിടെ ഒരു പാത്രം ഇതെല്ലാം കൂടെ നമുക്ക് വെക്കാം. ഏതൊക്കെ തേങ്ങ, പിന്നെ വിളക്ക്, മറ്റ് സാധനങ്ങളൊന്നും നമുക്ക് അതിനകത്ത് എടുത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളും ചെയ്തായിരുന്നു. നജരിയാ പൊങ്കാല വെച്ച് അവിടെ വെച്ച് തൊഴുതിന് നജരിയാ. അപ്പോൾ അങ്ങനെ നല്ല സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു പൊങ്കൽ. ഇവിടെ എങ്ങനെ ഓണം പണ്ടിക അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പൊങ്കലിൻ്റെ പണ്ടികയും. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നല്ല ആഘോഷമായിരിക്കും. ഈ 4 ദിവസം ലീവായിരിക്കും. പിന്നെ ജല്ലിക്കെട്ട് ഉണ്ടാവും. ജല്ലിക്കെട്ട് നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ ഊരിലും എല്ലാ പ്ലേസിലും നമുക്ക് ജല്ലിക്കെട്ടൊക്കെ ഉണ്ടാവും. അതിനൊരു സ്പെഷ്യൽ ഹാപ്പിയാണ്. അപ്പോൾ ഭയങ്കര വിശപ്പാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൊതിയാണ്. അപ്പോൾ അപ്പം തന്നെ ഇരുന്ന് നമ്മളെല്ലാവരും കഴിച്ചു. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ നിലത്തിലിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇതൊരു സുഖമാണ്. എല്ലാവരും ഒന്നുകൂടി ഇരുന്ന് കഴിക്കുന്നതിന് ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി പൊങ്കൽ.